ആറന്മുള ക്ഷേത്രത്തിലെ ആചാരലംഘനത്തിൽ ന്യായീകരണവുമായി CPM. ഭഗവാനെ നേദിക്കുന്നതിന് മുൻപ് മന്ത്രിക്ക് സദ്യ വിളമ്പിയെന്ന് പ്രചരിപ്പിക്കുന്നത് ചില സംഘപരിവാർ മാധ്യമങ്ങളെന്നാണ് പാർട്ടി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ പ്രതികരണം. ഭഗവാന്റെ പേരിൽ കള്ളം പറഞ്ഞാൽ ഭഗവാൻ പൊറുക്കില്ലെന്നാണ് ഫേസ്ബുക്കിലൂടെ CPMന്റെ പ്രതികരണം. ആചാരപരമായ ചടങ്ങുകൾ പൂർത്തിയായ ശേഷമാണ് മന്ത്രിയും വിശിഷ്ടാതിഥികളും സദ്യ കഴിച്ചതെന്നാണ് CPMന്റെ ന്യായീകരണം. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ഗോകുൽ രമേശ് ചേരുന്നുണ്ട്. ഗോകുല്, ഈ വിഷയം വലിയ വിവാദമായിരുന്നു അന്ന് തന്നെ. പിന്നീട് ഇപ്പോൾ തന്ത്രി ദേവസ്വം ബോർഡിന് ഈ പരിഹാരക്രിയകൾ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്തയക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായി. ഈ സാഹചര്യത്തിലാണോ CPMന്റെ ഇത്തരത്തിലൊരു പ്രതികരണം വന്നിരിക്കുന്നത്? അതായത് ഇന്നാണ് ക്ഷേത്രം തന്ത്രി ഇതിൽ ആചാര ലംഘനം നടന്നിട്ടുണ്ട്, ക്ഷേത്രത്തിൽ മന്ത്രിയുടെ ഭാഗത്തു നിന്നടക്കം ഗുരുതരമായിട്ട് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് കാണിച്ചുകൊണ്ടൊരു പ്രതികരണം തന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിനെ തുടർന്ന് ഈ സംഭവം വീണ്ടും വലിയ പൊതു സമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് വന്നതോടുകൂടിയിട്ടാണ് ഒരു ന്യായീകരണ ഫേസ്ബുക്ക് കുറിപ്പുമായിട്ട് CPM രംഗത്ത് വന്നിരിക്കുന്നത്. CPMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കുറിപ്പ് എഴുതിയിരിക്കുന്നത്. അതായത് ഈ ആചാരപരമായിട്ടുള്ള ചടങ്ങുകളെല്ലാം പൂർത്തിയായതിനു ശേഷമാണ് മന്ത്രിയും വിശിഷ്ടാതിഥികളും സദ്യ കഴിച്ചതെന്നും ഭഗവാനെ നേദിക്കുന്നതിന് മുമ്പ് മന്ത്രിക്ക് വേണ്ടി സദ്യ വിളമ്പി എന്ന് പറയുന്നത് എന്ന് പ്രചരിപ്പിക്കുന്നത് ചില സംഘപരിവാർ മാധ്യമങ്ങളാണ് എന്നും ഭക്തരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇവരുടെ ഭാഗത്ത് നടക്കുന്നതും എന്നുമാണ് പറയുന്നത്. ഒപ്പം അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് അവസാന വരിയാണ്. അതായത് ഭഗവാന്റെ പേരിൽ കള്ളം പറഞ്ഞാൽ ഭഗവാൻ പൊറുക്കില്ല എന്നാണ് CPMന്റെ ആ കുറിപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത്. എന്തായാലും ഇത് ഒരു ന്യായീകരണ പോസ്റ്റ് മാത്രമായിട്ട് നമുക്ക് കണക്കാക്കുവാനായിട്ട് സാധിക്കും. കാരണം ക്ഷേത്രം തന്ത്രി തന്നെ ഈ കാര്യത്തിൽ കൃത്യമായിട്ട് ആചാര ലംഘനം നടന്നു എന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നതാണ്. അതിനെ വസ്തുതാപരമായിട്ട് ഖണ്ഡിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ന്യായീകരണം നിരത്തിക്കൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയാണ് CPM ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. നിലുവ. ശരി, ഗോകുലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.